എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവം പറഞ്ഞതാണ്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതായ അനുഗ്രഹങ്ങൾ, ആരുടെയും ചെവി കൊണ്ടുപോലും കേട്ടിട്ടില്ലാത്തത്, ആരുടെയും കണ്ണ് കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി ഒരുക്കും. അവർക്കും ഞാനും തമ്മിൽ തിരിച്ചറിയാവുന്ന ഒരു പുതിയ പേര് കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഇതൊക്കെ കർത്താവ് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം. ദൈവം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നത്, എൻ്റെ മഹത്വം ഞാൻ ആരുമായിട്ടും ഷെയർ ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ ഡിവൈൻ ഗ്ലോറി, ദൈവിക തേജസ്സിനെ ദൈവം ആർക്കും ഷെയർ ചെയ്യത്തില്ല. നമ്മുടെ ആരാധനയിലും നമ്മുടെ പ്രാർത്ഥനയിലും പാട്ടിലും പാപത്തിലും വിശ്വാസ ജീവിതത്തിലും ക്രിസ്തീയ ജീവിതത്തിലുമൊക്കെ ദൈവിക മഹത്വത്തെ നാം ഉൾക്കൊള്ളുവാൻ നമ്മൾ ഒരുമ്പെട്ടാൽ അതിൽ ദൈവത്തിന് പ്രസാദമില്ല. മഹത്വം ദൈവത്തിന് മാത്രം അർഹതപ്പെട്ടതാണ്. ഒരിക്കൽ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന റൂസ്വെൽറ്റ് തൻ്റെ കൊട്ടാരത്തിനടുത്ത് ഒരു ചെറിയ ചാപ്പലുണ്ടായിരുന്നു. താൻ പോകുമ്പോഴും വരുമ്പോഴുമെല്ലാം ചാപ്പലിലെ പുരോഹിതൻ ഇറങ്ങി നിന്ന് അദ്ദേഹത്തിന് വിഷ് ചെയ്യാറുണ്ട്. എന്നാൽ ഒരു ദിവസം പ്രസിഡന്റ് വിചാരിച്ചു, ഒരാഴ്ച എങ്ങനെയെങ്കിലും ഈ ചാപ്പലിൽ ഒരു ആരാധനയ്ക്ക് പോകണം, ഒരു പ്രാർത്ഥനയ്ക്ക് കൂടണം. ഒരു ദിവസം അതിനുവേണ്ടി താൻ തിരഞ്ഞെടുത്തു. തൻ്റെ ഭൃത്യന്മാർ മുഖാന്തരം ഒരു ലെറ്റർ അന്നത്തെ കാലത്ത് ആ ചാപ്പലിലെ പുരോഹിതന് കൊടുത്തയച്ചു. അടുത്ത ഞായറാഴ്ച പ്രസിഡന്റ് റൂസ്വെൽറ്റ് ഈ ചാപ്പലിൽ ആരാധനയ്ക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് ന്യൂസ്. പ്രസിഡന്റ് ഈ ചെറിയ ചാപ്പലിൽ ആരാധനയ്ക്ക് വരികയോ. ആ പുരോഹിതൻ പെട്ടെന്ന് അതിന് ഒരു മറുപടി എഴുതുകയുണ്ടായി. ആ മറുപടി ഇപ്രകാരമായിരുന്നു: ഈ ചെറിയ ചാപ്പലിൽ ആരാധനയ്ക്ക് വരുവാൻ പ്രസിഡന്റ് താങ്കൾ കാണിച്ചതായ വലിയ സന്നദ്ധതയ്ക്കും ആ സ്നേഹത്തിനും നന്ദി പറയുന്നു. പക്ഷെങ്കിൽ ക്ഷമിക്കണം, അങ്ങയോട് എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. അങ്ങ് ഈ ചാപ്പലിൽ ആരാധനയ്ക്ക് വരാൻ പാടില്ല. കാരണം അവിടെ നിന്ന് ഈ ചാപ്പലിലേക്ക് വന്നാൽ താങ്കൾക്ക് ഒരുപാട് സെക്യൂരിറ്റി വേണം, ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഞങ്ങൾക്ക് ക്രമീകരിക്കണം. ഈ ചെറുതായിട്ട് വരുന്ന ഈ കൂട്ടം ജനങ്ങൾ, സാധുക്കളായ ജനങ്ങൾ, അവരുടെ കണ്ണെല്ലാം നിങ്ങളിലേക്കായിരിക്കും. നിങ്ങളെ കാണുവാൻ വേണ്ടി അവർ ആകാംക്ഷയുള്ളവരായിരിക്കും. അവർ സകല മഹത്വവും മാനവും നിങ്ങളെ കണ്ട് നിങ്ങൾക്ക് തരുന്നവരായിരിക്കും. അങ്ങനെ അത് ദൈവത്തിന് വലിയൊരു നഷ്ടം. ഞായറാഴ്ച ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ ജനങ്ങൾ കടന്നു വരുമ്പോൾ അവരുടെ ശ്രദ്ധയും ആകർഷണതയും അവരുടെ സന്തോഷവും അവരുടെ ചിരിയും എല്ലാം നിങ്ങളിലേക്കായി പോയാൽ സ്വർഗത്തിന് അതൊരു വലിയ നഷ്ടമായിരിക്കും, ഒരു ഡാർക്ക് സൺഡേ ആയിട്ട് മാറും. അതുകൊണ്ട് അങ്ങ് ഇവിടെ ആരാധനയ്ക്ക് വരരുത്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ എത്ര മഹത്വകരമായൊരു കാര്യം. നമ്മുടെ ഇടയിൽ, നമ്മുടെ ആരാധനാ ഹാളിൽ, പള്ളിയിൽ ഇന്ത്യൻ പ്രസിഡന്റ് വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം ക്രമീകരണങ്ങളായിരിക്കും ചെയ്യുക. നമ്മൾ എത്ര മഹത്വമുള്ളവരെന്ന് നമ്മൾ ദേശത്ത് നമ്മൾ പ്രഘോഷിക്കും. നമ്മുടെ ഭവനത്തിൽ പ്രധാനമന്ത്രി ഒന്ന് വരുമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമല്ലേ? ഇല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് നമ്മളെ ഒന്ന് വിസിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാത്ത ഒരു വലിയൊരു ബഹുമാനമല്ലേ അത്? എന്നാൽ അതിൻ്റെ അങ്ങേപ്പുറത്ത് ദൈവം പറയുന്നു, എൻ്റെ മഹത്വം നിങ്ങൾ ആർക്കും ഷെയർ ചെയ്യരുത്. എനിക്ക് കിട്ടേണ്ടതായ മഹത്വം നിങ്ങൾ മനുഷ്യന് കൊടുക്കരുത്. മനുഷ്യ ദൈവങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. മനുഷ്യരൂപങ്ങൾ പോലും അത് ദൈവത്തിൻ്റെതായ ഭാഷയിലും ഭാവത്തിലും ആരാധന വിഷയമാകരുത്. മനുഷ്യരുടെ ഫോട്ടോ പോലും ആരാധനയിലും ഭാവത്തിലും പ്രവൃത്തിയിലും ചിന്തയിലും ഒന്നും അതൊരു ദൈവീകമായി കരുതുവാൻ പാടില്ല. കാരണം മഹത്വം ദൈവത്തിന് മാത്രം. ദൈവം പറയുന്ന എൻ്റെ മഹത്വം ഞാൻ ആർക്കും കൊടുക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യർക്ക് കൊടുക്കുമ്പോൾ
അത് ദൈവത്തിന് പ്രസാദകരമല്ലാതായി മാറും. നാം ഒരു വചനം കേൾക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ടതായ മഹത്വം ആ വചനം സംസാരിക്കുന്നവർക്ക് കൊടുത്താൽ ആ വചനത്തിൽ കൂടെ ആത്മാക്കൾക്ക് രക്ഷയില്ലാതായി പോകും. ആ വചനത്തിൽ നിന്നുള്ളതായ ജീവൻ ദൈവം എടുത്തു മാറ്റും. നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ആരാധനയിലുമൊക്കെ മനുഷ്യർക്ക് കൊടുക്കുന്നതായ ഇമ്പോർട്ടൻസ്, പ്രത്യേകത, ആ ചിന്തയിലെ, ആരാധനയിലെ, അല്ലെങ്കിൽ നമ്മുടെ മനോഭാവത്തിലെ ജീവൻ ദൈവം എടുത്തു മാറ്റും. ജീവൻ ദൈവത്തിൻ്റെയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് മണ്ണുകൊണ്ട് സൃഷ്ടിച്ചതിന് ശേഷം അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അപ്പോൾ ജീവശ്വാസം ഊതുന്നില്ല എങ്കിൽ ആ മനുഷ്യൻ മണ്ണായി തന്നെ അത് അവശേഷിക്കും. അതിന് ചലിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ജീവശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമ്പത്താണ്. ദൈവമാണ് അത് കൊടുക്കുന്നത്. കർത്താവ് ഒരു മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ, ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ ആ ജീവൻ ദൈവത്തിൽ നിന്നെടുത്ത് അവനിലേക്ക് കൊടുക്കുകയായിരുന്നു. അവൻ്റെ വാക്കുകളിൽ ജീവൻ്റെ പ്രസരണം ഉണ്ടായിരുന്നു. ആ ജീവൻ്റെ പ്രസരണം നമ്മുടെ വാക്കുകളിൽ വരണമെന്നില്ല, നമ്മുടെ ചിന്തയിൽ വരണമെന്നില്ല. കാരണം നാം കേവലം മനുഷ്യരാണ്. ആ മാനുഷിക ചിന്തയാണ് നമ്മളിൽ ഉള്ളത്, മാനുഷികമായ ധാരണയാണുള്ളത്. എന്നാൽ നമ്മിൽ രണ്ട് ആത്മാക്കൾ പ്രവർത്തിക്കും. ഒന്ന് മഹത്വത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആത്മാവ്, രണ്ട് ഞാനല്ല, നീ എത്ര എന്നിൽ വളരണം, നീ മാത്രം എൻ്റെ ദൈവം എന്ന് സമ്മതിക്കുന്ന ഒരാത്മാവ്. എന്നാൽ അങ്ങനെയുള്ള ഒരാത്മാവ് പലരിലും ക്രിയാത്മകമാകണമെന്നില്ല. നമ്മളെ ദൈവം മാനിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, നമുക്ക് നല്ല പേര് തരുമ്പോൾ, നമ്മളെ ഉയർത്തുമ്പോൾ, നമ്മുടെ പ്രാർത്ഥന ഒരു ദിവസം കേട്ടാൽ ഉടനെ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ ദൈവം മേൽക്കുമേൽ അവന് കൃപ കൊടുക്കും. ദൈവസന്നിധിയിൽ താഴ്ന്നവനാരോ? താഴ്മയുള്ളവനെ അവൻ കടാക്ഷിക്കുന്നു, താഴ്മയില്ലാത്തവരെ അവൻ കടാക്ഷിക്കുന്നില്ല. 10 പേർ വന്ന് ഒരു മനുഷ്യനെ ആരാധിച്ച് പുകഴ്ത്തി പാടി സന്തോഷിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുകയാണ്. അവൻ്റെ ജീവൻ ദൈവം അവനിൽ നിന്ന് മാറ്റും. ആത്മീകമായ വീക്ഷണവും ആത്മീകമായ ഡിവൈനിറ്റിയും ആ മനുഷ്യരിൽ നിന്ന് എടുത്തു കളയുന്നു. അങ്ങനെ അല്പനാളുകൾക്ക് ശേഷം അവൻ വേറും ജീവനില്ലാത്തൊരു വസ്തു പോലെ നമ്മുടെ മുൻപിൽ അത് പ്രത്യക്ഷപ്പെടുന്നതിനിടയായിത്തീരും. അങ്ങനെയാണ് അനേകരുടെ ആ ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായ രഹസ്യം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവം നമുക്ക് രക്ഷയെ തരുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനയെ കേൾക്കുമ്പോൾ, ആരാധനയുടെ വാഴ്ചയെ നമുക്ക് തരുമ്പോൾ ദൈവം വളരെ കർശനമായ ചില നോട്ടീസ് നമുക്ക് തരുന്നുണ്ട്. എൻ്റെ മഹത്വം ആർക്കും നിങ്ങൾ കൊടുക്കരുത്, ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. പുരോഹിതനാകട്ടെ, വചനം സംസാരിക്കുന്നവരാകട്ടെ, നിങ്ങളുടെ സുഹൃത്തുക്കളാകട്ടെ, നിങ്ങളുടെ പിതാക്കന്മാരാകട്ടെ, ഇതൊക്കെ ആയിരുന്നാലും ശരി, ദൈവത്തിന് അർഹിക്കപ്പെട്ടതായ മഹത്വം മനുഷ്യനിൽ വെച്ച് കൊടുക്കുമ്പോൾ അത് നമ്മെ ആപത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സ്വർഗസ്ഥനായ പിതാവല്ലാതെ വേറെ ഒരു പിതാവില്ല, അതുകൊണ്ട് നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കരുത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പിതാക്കന്മാരെ പിതാവെന്ന് വിളിക്കരുതെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. നമ്മുടെ ജീവിതത്തിൽ പിതാവെന്നുള്ളതായ ഒരു ഡിവൈൻ കൺസെപ്റ്റ് ഉണ്ടാകാൻ പാടില്ല. അത് ദൈവത്തിന് അർഹതപ്പെട്ടതാണ്. നാം ദൈവത്തിന് സന്തതികളാണ്. ഈ ലോകത്തിൽ നമുക്കുള്ളതായ ഭൗമികമായ ബന്ധത്തിലൊക്കെയുള്ള പിതാക്കന്മാരും മാതാക്കളും ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠത്തിമാരും സഹോദരി സഹോദരന്മാരും എല്ലാവരും സകലരും ദൈവം നമുക്ക് തന്നിട്ടുള്ള മാനുഷിക ഗേഹികളാണ്. ആ മാനുഷികമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ അവരിൽ ഉൾക്കൊള്ളുന്നുള്ളൂ. അതിനങ്ങേപ്പുറം അത് ദൈവത്തിൻ്റെ സമ്പത്താണ്. ഞാൻ അല്ലാതെ അന്യ ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. എൻ്റെ മഹത്വം ഞാൻ ആർക്കും കൊടുക്കുന്നില്ല. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. 1 ശമൂവേൽ 2-ാം അധ്യായത്തിന് 30-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമായിട്ട് നമ്മെ കാണിക്കുകയാണ്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. നമ്മുടെ ആരാധനയിൽ ദൈവത്തെ മാനിക്കുന്നവരായി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ദൈവത്തെ മാനിക്കുന്നതെന്നറിയാമോ? സകല മഹത്വവും സകല തേജസ്സും ദൈവത്തിന് മാത്രമുള്ളതെന്ന് നമ്മുടെ നാവ് കൊണ്ട് ഉച്ചരിക്കുമ്പോഴാണ്
അതിലെ ആ സ്പഷ്ടമായിട്ടുള്ള ഒരു സ്ഥിരീകരണം നമ്മുടെ ദേഹി അംഗീകരിക്കുന്നു. ഇല്ല എങ്കിൽ നമ്മുടെ ദേഹി അതിനെ എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ ആത്മാവിനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യർക്ക് ഷെയർ ചെയ്യാൻ. എന്നാൽ നമ്മുടെ നാവ് കൊണ്ട് ഉച്ചരിച്ച് നീ അല്ലാതെ അന്യദൈവം ഞങ്ങൾക്കില്ല, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് നിന്റെ വചനം എഴുതിയിരിക്കുന്നെങ്കിൽ കർത്താവ് ജീവിതത്തിൽ ആരാധനയിൽ, ചിന്തയിൽ, വാക്കുകളിൽ, പ്രാർത്ഥനകളിൽ ഒക്കെയും നമ്മുടെ ആരാധനാ വിഷയം എടുത്തു മാറ്റുവാൻ ശത്രു പ്രവർത്തിക്കും. നമ്മുടെ മുൻപിൽ ഗ്ലോറിയായി തോന്നുന്ന പല കാര്യങ്ങളും പല വ്യക്തികളെയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കും. ഇതിനെയാണ് പിശാച് ആദ്യം ബ്രേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് പലപ്പോഴും പല വേഷത്തിൽ അത് വരും. മനുഷ്യവേഷത്തിലും സമ്പത്തിൻ്റെ വേഷത്തിലും പല വലിയ 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 കാര്യങ്ങളുടെ വേഷങ്ങളും ഓരോന്നും അണിഞ്ഞ് അത് നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടും. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? നമ്മുടെ മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ടതായ മഹത്വത്തെ നമ്മുടെ ഇന്ന് പിടിച്ചു വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അപഹരിച്ചു കൊടുക്കുവാൻ. അങ്ങനെ കൊടുക്കപ്പെട്ടാൽ എന്താ ചെയ്യുന്നതെന്നറിയാമോ? പെട്ടെന്ന് സ്വർഗസ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെക്കുറിച്ച് പിശാച് റിപ്പോർട്ട് ചെയ്യും. കണ്ടോ, അവൻ തരുന്നതായ മഹത്വം ഞാനെടുത്തു എന്നവൻ അവകാശപ്പെടും. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഒരു ചിന്ത, ഒരു പ്രാർത്ഥന. അവൻ്റെ പ്രാർത്ഥനയുടെ വാക്കുകളിൽ, അവൻ്റെ ധ്യാനത്തിൻ്റെ വാക്കുകളിലെല്ലാം കർത്താവേ, നീ അല്ലാതെ മറ്റൊന്നും എനിക്ക് വലുതില്ല. എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഭവനവും എൻ്റെ സമ്പത്തും എൻ്റെ സമ്പാദ്യവും എൻ്റെ ആരോഗ്യവും എൻ്റെ ഭാര്യയും എനിക്കുള്ള സകലതും എൻ്റെ ഭർത്താവും വേണ്ടപ്പെട്ടവരൊക്കെയും എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തെക്കാൾ വലുതായി നാം ഒന്നും കാണരുത്. അവനെ മാത്രം വലുതായി കാണുന്ന ഒരു ഭക്തനെ മാനിക്കുവാൻ സ്വർഗത്തിന് കടപ്പാടുണ്ട്. സ്വർഗം അതിനുവേണ്ടി സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനെ കാണുന്നതിന് വേണ്ടി. എന്താണെന്നറിയാമോ? സകലത്തിനും മേലായിട്ടുള്ള ഒരു ദൈവത്തെ കാണുവാൻ ഒരു ദൈവത്തെ കാണുന്ന മനുഷ്യനുണ്ടോ? സകലത്തിനും മേലായി ദൈവത്തെ ആദരിക്കുന്ന മനുഷ്യൻ ഭൂമിയിലുണ്ടോ? അവരെ നോക്കുന്നതിന് വേണ്ടി ദൈവം ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. ആ ദൂതന്മാർ ഭൂമിയുടെ ഓരോ കോണുകളിൽ നിന്നുകൊണ്ട് അങ്ങനെയുള്ള മനുഷ്യന്മേൽ ദൃഷ്ടി വെച്ചുകൊണ്ടിരിക്കും. അവർ പോകുന്നിടത്തൊക്കെയും ദൈവം അവരെ മാനിക്കും. അവർ അനുഗ്രഹിക്കപ്പെടും. അകത്ത് വരുമ്പോഴും പുറത്ത് പോകുമ്പോഴും അങ്ങനെയുള്ളവരുടെ നാമം ദൈവം വലുതാക്കും. ആ വലുതാക്കുന്ന നാമം ദൈവത്തിൻ്റെ മഹത്വത്തെ ഷെയർ ചെയ്യുന്നതിനല്ല, ദൈവം കൊടുക്കുന്ന മഹത്വത്തെ താഴ്മയോടെ അംഗീകരിക്കുവാനാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വാക്ക്, കർത്താവേ ഞാൻ കുറയണം, നീയോ വളരണം. ആ ഒരു വലിയൊരു പ്രാർത്ഥന നമ്മളെ എപ്പോഴും ഭരിക്കുന്നതെന്നാണെങ്കിൽ അത് നമ്മുടെ ഭവനത്തിലും നമ്മുടെ ദേശത്തിനും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ തലമുറകൾക്കും അതൊരു അനുഗ്രഹമായി ഭവിക്കും. God bless you.